എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായിരുന്ന BJPയുടെ സന്ദീപ് വാര്യർ BJP വിടുമോ, അദ്ദേഹം BJP വിട്ടാൽ ഏത് പാളയത്തിലേക്ക് പോകും എന്നുള്ള ഒരു ചർച്ചയ്ക്ക് ഇന്ന് വിരാമമായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാവി രാഷ്ട്രീയം തിരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹം ഇനി മുതൽ കോൺഗ്രസിൻ്റെ ഒരു വാറിയർ ആയിരിക്കും എന്ന രീതിയിലത്തേക്കുള്ള പ്രഖ്യാപനം തന്നെ വന്നു. ഇന്ന് കോൺഗ്രസിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളുമുള്ള കേന്ദ്രത്തിൽ നിന്നുള്ള ഒബ്സർവർ അടക്കമുള്ള ഒരു ചടങ്ങിലേക്ക് അദ്ദേഹം ചെല്ലുന്നു. അവിടെ വെച്ച് അദ്ദേഹം അംഗത്വം സ്വീകരിക്കുകയാണ്. ഇതുവരെ താൻ സ്വീകരിച്ചു വന്നിരിക്കുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം ഉപേക്ഷിക്കുകയാണ് എന്നും അദ്ദേഹം സ്നേഹത്തിൻ്റെ കടയിൽ ഒരു അംഗത്വം നേടുകയാണ് എന്നും പറയുന്നു. ഒപ്പം താൻ ഇതുവരെ സ്വീകരിച്ചിരുന്ന, അടിയുറച്ച് വിശ്വസിച്ചിരുന്ന RSS, BJP, സംഘപരിവാർ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം തന്നെ താൻ തള്ളിക്കളയുന്നുവെന്നും നരേന്ദ്രമോദിയുടെ പടയാളിയല്ല, ഇനി മുതൽ താൻ രാഹുൽ ഗാന്ധിയുടെ പടയാളിയാണ് എന്നുമൊക്കെ അദ്ദേഹം പറയുകയാണ്. ഈ ഒരു കാര്യം വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന രീതിയിലത്തേക്കുള്ള തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രനും കൂട്ടരുമാണ് എന്ന് പറയുന്നു. അതിനോടൊപ്പം കൂടുതൽ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞില്ല എങ്കിൽ പോലും അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്ന ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന് അദ്ദേഹം പറയുന്നത് കരുവന്നൂരും കൊടകരയും തമ്മിലുള്ള ഒരു ഡീൽ ഉണ്ട് എന്നാണ്. നമുക്കറിയാവുന്നതുപോലെ കരുവന്നൂരിൽ CPMനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന സഹകരണ ബാങ്ക് കൊള്ളയാണ് എങ്കിൽ കൊടകരയിലുള്ളത് BJPയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന കുഴൽപ്പണ കേസാണ്. അത് കുഴൽപ്പണ കേസല്ല, അത് ഹൈവേ റോബറി മാത്രമാണ് എന്ന് BJP നേതാക്കന്മാരൊക്കെ തന്നെ വാദിക്കുന്നുണ്ട് എങ്കിൽ പോലും പൊതുസമൂഹത്തിൽ മാധ്യമങ്ങളുടെ ഇടയിലൊക്കെ തന്നെ അതിനെ ഒരു കുഴൽപ്പണ ഇടപാട് എന്ന രീതിയിലത്തേക്കാണ് ചർച്ച ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ധർമ്മരാജൻ്റെ കോൾ ലിസ്റ്റിൽ തൻ്റെ പേരില്ലാതെ പോയതാണോ കുറ്റം എന്നാണ്. നമുക്കറിയാവുന്നതുപോലെ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയാണ് ധർമ്മരാജൻ. അദ്ദേഹം പല BJP നേതാക്കന്മാരെ വിളിച്ചതായിട്ടും സംസാരിച്ചതായിട്ടും ധാരണയുണ്ടാക്കിയതായിട്ടും ഒക്കെയുള്ള പ്രചരണങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൾ ലിസ്റ്റിൽ താൻ ഉൾപ്പെട്ടിട്ടില്ല എന്നും അങ്ങനെയുള്ള ഒരു ഡീലിന് താൻ സന്നദ്ധനായിരുന്നില്ല എന്നുമുള്ള ഒരു സൂചനയാണ് അദ്ദേഹം അവിടെ നൽകുന്നത്. ഒപ്പം RSS പ്രവർത്തകനായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ BJP വലിയ രീതിയിലത്തേക്കുള്ള ഒരു പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല എന്നും അങ്ങനെയുള്ള ഇടപെടലുകൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നും അതുകൊണ്ട് തന്നെ അവരുടെ ബലിദാനികളെ അവർ കാര്യമായി പരിഗണിക്കുന്നില്ല എന്നുമൊക്കെയുള്ള രീതിയിലത്തേക്കുള്ള ചില ആരോപണങ്ങളാണ് സന്ദീപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മറിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങളുണ്ടായിട്ടുണ്ട്. കാറ്റത്ത് പറന്നു നടക്കുന്ന അപ്പൂപ്പൻ താടികളല്ല തങ്ങളെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം 23-ാം തീയതി ഫലം വരുന്ന സമയത്ത് BJP പാലക്കാട് ജയിക്കും. സന്ദീപിൻ്റെ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്കുള്ള പ്രവേശനം യാതൊരു വിധത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നും തന്നെയുമല്ല 23-ാം തീയതി ഫലം വന്നു കഴിയുമ്പോഴേക്കും അവിടെ BJPയുടെ വിജയത്തിനെ അംഗീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കാനായിട്ട് ശ്രീ VD സതീശൻ തയ്യാറാകണം എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേറ്റവും കൗതുകകരമായി തോന്നിയത് CPM നേതാക്കന്മാരുടെ പ്രസ്താവനയാണ്, പ്രത്യേകിച്ച് ശ്രീ MB രാജേഷിൻ്റേത്. സന്ദീപ് വാര്യർ വളരെ ക്ലാരിറ്റിയുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പോൾ അദ്ദേഹത്തിനെ വർഗീയ വിഷം പേറുന്ന കാളിയൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. തന്നെയുമല്ല BJP വിട്ടതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ പോലും അദ്ദേഹം കോൺഗ്രസിലേക്കാണ് പോകുന്നത് എന്നതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് CPMൻ്റെ പല നേതാക്കന്മാരും പ്രതികരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം ഇതേ ആൾക്കാർ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ സന്ദീപ് വാര്യർ വളരെ ക്ലാരിറ്റിയുള്ള നേതാവാണ് എന്നും അദ്ദേഹം വളരെ സത്യസന്ധനായിട്ടുള്ള, ആത്മാർത്ഥതയുള്ള, നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നേതാവാണ് എന്നുമൊക്കെ അദ്ദേഹത്തെ വാഴ്ത്തലുകൾ കൊണ്ട് മൂടിയിരുന്നതും നമുക്കറിയാവുന്നതാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ BJP അണികളുടെ ഇടയിൽ, പ്രവർത്തകരുടെ ഇടയിലൊക്കെ തന്നെ, അല്ലെങ്കിൽ അനുഭാവികളുടെ ഇടയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പമുണ്ട്. അത് അവർ സന്ദീപിനെ വലിയ രീതിയിൽ സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകളാണെങ്കിലും ചാനൽ ചർച്ചയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനവുമൊക്കെ തന്നെ ഇവർക്ക് വളരെ സ്വീകാര്യമായിരുന്നു. ഒരുപക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന തലത്തിൽ അവരുടെ നയങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അധികമാരും തന്നെ ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇല്ലാതിരുന്ന സമയത്താണ് സന്ദീപ് വാര്യർ അങ്ങനെ ഒരു താരോദയമായിട്ട് വരുന്നത്. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനയ്ക്കും ആൾക്കാർ കൈയടിക്കുന്ന, അത് കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന രീതിയിലത്തേക്ക് ഒരു വലിയ ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കാനായിട്ട് ശ്രീ സന്ദീപിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ പോവുക, അതും ദേശീയ തലത്തിൽ BJPയെ എതിർക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പാളയത്തിലേക്ക് പോവുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാവും. പ്രത്യേകിച്ച് സന്ദീപിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. RSS, BJP, സംഘപരിവാർ പ്രത്യയശാസ്ത്രങ്ങളെയും നരേന്ദ്രമോദിയെയും എല്ലാം തന്നെ അദ്ദേഹം തള്ളിപ്പറയുകയാണ്. ഇനി സ്നേഹത്തിൻ്റെ കടയിൽ താനൊരു മെമ്പർഷിപ്പ് എടുക്കുകയാണ് എന്നും ഇതുവരെ ഉണ്ടായിരുന്നത് വർഗീയത പറയുന്ന ഫാക്ടറിയിലായിരുന്നു, അവിടുത്തെ ഒരു പ്രവർത്തകനായിരുന്നു താൻ എന്നും പറയുമ്പോൾ അത് ഇപ്പോഴും ആ ഒരു ആശയത്തിലൊക്കെ അടിയുറച്ച് വിശ്വസിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ അപമാനമായിട്ട്, ഒരു ഇൻസൾട്ടായിട്ട് മാത്രമേ അവർ കാണുകയുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്.
ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, സന്ദീപിൻ്റെ ഭാഗത്തുള്ള ശരിയും തെറ്റും. രണ്ട്, BJPയുടെ ഭാഗത്തുള്ള ശരിയും തെറ്റും. അതിൽ സന്ദീപിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ അദ്ദേഹത്തിന് ചില കൺസേൺസ് ഉണ്ടായിരുന്നു. ആ കൺസേൺസ് ഏതൊക്കെയാണ് എന്നതിനെപ്പറ്റി പൂർണ്ണമായിട്ട് നമുക്കറിയില്ല. അതൊരു ചെയിൻ ഓഫ് ഇൻസിഡൻസ് ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അതിലാദ്യം അദ്ദേഹം പറഞ്ഞിരുന്നത്, ഒന്ന്, അദ്ദേഹത്തിന് പാലക്കാട്ട് ഒരു പ്രചരണ യോഗത്തിൽ വേദിയിൽ ഇരിപ്പിടം കിട്ടിയില്ല എന്നുള്ളതായിരുന്നെങ്കിൽ, മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വിയോഗമുണ്ടായിരുന്ന സമയത്ത് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പാലക്കാട്ടുള്ള BJP സ്ഥാനാർത്ഥിയോ കാര്യമായ രീതിയിൽ ആ ഒരു വിഷയത്തിൽ പരിഗണന ഉണ്ടായിരുന്നില്ല, അവരദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത് 2 ഇൻസിഡൻറ്റുകൾ മാത്രമാണ് എന്നും ഒരു ചെയിൻ ഓഫ് ഇൻസിഡൻസ് ഉണ്ട് എന്നും പറഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ പറയുന്ന കരുവന്നൂർ കൊടകര ഡീൽ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഈ ബലിദാനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ധർമ്മരാജൻ്റെ കോൾ ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെ തന്നെ കൂടുതലായിട്ട് അദ്ദേഹം ഒരുപക്ഷെ പുറത്ത് പറയാൻ പോകുന്ന ചില വിഷയങ്ങളായിരിക്കാം. ഇനി ഇത് കൂടാതെ മറ്റു വിഷയങ്ങളും ഉണ്ടായി എന്നിരിക്കാം. അപ്പോൾ സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൺസേൺഡ് ആയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ പരാതികൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ കൃത്യമായ രീതിയിലത്തേക്കുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നതിന് BJP നേതൃത്വം പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അതിനവർ ശ്രമിച്ചു പോലുമില്ല എന്ന രീതിയിലത്തേക്കുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ പാർട്ടിയിൽ തുടരുക എന്നത് അചിന്ത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പിന്നീട് എങ്ങോട്ട് പോകാൻ കഴിയും എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഇങ്ങനെ വലതുപക്ഷ രാഷ്ട്രീയ ആശയം പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ വളരെ കുറവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തൻ്റെ ആശയങ്ങളെ ആദർശങ്ങളെ ഒക്കെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റൊരു പാളയത്തിലേക്ക് പോകാനായിട്ടുള്ള ഓപ്ഷൻസ് വളരെ വളരെ പരിമിതമാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം കേരളമായതുകൊണ്ട് തന്നെ റൈറ്റ് വിങ്ങിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഈ നിലയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നീട് പരിഗണിക്കാൻ പറ്റുന്നത് ഐക്യജനാധിപത്യ മുന്നണിയും അതേപോലെ LDFും മാത്രമാണ്. ഈ 2 ആദർശങ്ങളെയുമാണ് അദ്ദേഹം ഇത്രയും കാലം എതിർത്തിരുന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിന് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിന് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ തണൽ ആവശ്യമാണ് എങ്കിൽ ഈ 2 മാർഗ്ഗങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ചോയ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലത്തേക്കുള്ള ഒരു ആശയത്തിന് അദ്ദേഹം പോകുന്നു. അത് പോകുമ്പോൾ പ്രത്യേകിച്ച് BJPയുടെ രാഷ്ട്രീയത്തിനെ വർഗീയ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് എതിർത്തുകൊണ്ടിരിക്കുന്ന കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അതിനെ പൂർണ്ണമായി തള്ളിയതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിനെ ഉൾക്കൊള്ളൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കാം. അത് അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കണം എന്നവർ അദ്ദേഹത്തിനോട് ആരാഞ്ഞിട്ടുമുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം സംഘപരിവാറിനെതിരെ BJPക്കെതിരെ RSSനെതിരെ നരേന്ദ്രമോദിക്കെതിരെയൊക്കെ തന്നെ ഹ്രസ്വമായിട്ടാണ് എങ്കിലും പ്രതികരിച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷം ഈ പറഞ്ഞത് തന്നെയാണ്. അതായത് അദ്ദേഹം ഇത്രയും കാലം അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ചില ആദർശങ്ങളുണ്ട്. ആ ആദർശങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പൊതുരംഗത്തുള്ള എല്ലാ ഇടപെടലുകളും ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അത്തരത്തിലുള്ള ആദർശങ്ങളൊക്കെ തന്നെ വ്യക്തിപരമായിട്ട് തനിക്കിഷ്ടമുള്ളതായിരുന്നില്ല. അത് താൻ നിലനിന്നിരുന്ന പ്രസ്ഥാനം ഏതാണോ ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് താൻ സംസാരിച്ചത്, അല്ലാതെ വ്യക്തിപരമായി അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല താൻ എന്നാണ്. അപ്പോൾ അദ്ദേഹം പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഇനി തുടർന്ന് അദ്ദേഹം പറയാൻ പോകുന്നതും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആദർശങ്ങളാവില്ലല്ലോ, അത് കോൺഗ്രസിൻ്റെ ആദർശങ്ങളാവില്ലേ? അതിനോട് ഏതെങ്കിലും സമയത്ത് വിയോജിപ്പുണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് വീണ്ടും പുറത്തു പോകാനായിട്ട് അദ്ദേഹം പ്രേരിതനാവില്ലേ എന്നുള്ള ഒരു ചോദ്യം ഒരുപക്ഷെ ഇനി ഭാവിയിൽ സന്ദീപ് നേരിടാൻ പോവുകയാണ്. തന്നെയുമല്ല, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ളതോ പ്രസ്ഥാനത്തിൽ അധിഷ്ഠിതമായിട്ടോ ഉള്ള ആദർശങ്ങൾ രൂപീകരിക്കുന്നത് വ്യക്തിവികാസത്തിൻ്റെ കൂടെ ഭാഗമായിട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ ഏതെങ്കിലും 1-2 നേതാക്കന്മാർ തനിക്ക് കൃത്യമായിട്ടുള്ള പരിഗണന നൽകിയില്ല എന്നതിൻ്റെ പേരിൽ ഉപേക്ഷിക്കാൻ തക്ക ബലം മാത്രമേ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വ്യക്തിയാധിഷ്ഠിതമായിട്ടാണോ താൻ തൻ്റെ സ്വന്തമായിട്ടുള്ള ആദർശങ്ങളെ രൂപീകരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യവും അദ്ദേഹം നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ കാര്യത്തിൽ തർക്കമില്ല. ഇനി BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഗുണമായിട്ട് യാതൊന്നും തന്നെയില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ സന്ദീപ് അപ്രസക്തനാണ് എന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവന അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അദ്ദേഹം എവിടെ വരെ പോകും എന്ന് നോക്കാം എന്നുള്ള അഭിപ്രായ പ്രകടനമുണ്ടായിരുന്നു. സന്ദീപ് ഒരു ചീള് കേസാണ് എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് പിന്നാലെ മാധ്യമങ്ങൾ എത്ര ദിവസം പോകും, അദ്ദേഹത്തിന് എത്ര ദിവസം വാർത്താ പ്രാധാന്യം നൽകും എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ചോദിച്ചിരുന്നു. ഒപ്പം കേന്ദ്രത്തിൽ നിന്ന് BJPയുടെ കേരളത്തിലെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്ന ശ്രീ പ്രകാശ് ജാവദേക്കർ സന്ദീപ് വാര്യർ പാർട്ടിയിൽ അനിവാര്യനായിട്ടുള്ള ഒരാളല്ല എന്നും അപ്രസക്തനാണ് എന്ന രീതിയിലത്തേക്കും ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ പാർട്ടിയുടെ നയങ്ങളെ നിലപാടുകളെ എല്ലാം തന്നെ ഇത്രയും ഭംഗിയായി ചാനൽ ചർച്ചകളിൽ പ്രതിനിധീകരിച്ചിരുന്ന ഒരു വ്യക്തി പാർട്ടിക്ക് തീരെ അനഭിമതനാണ്, അദ്ദേഹം വെറും ചീള് കേസ് മാത്രമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ സന്ദീപിന് മാത്രമല്ല ഒരുപക്ഷെ BJPയുടെ മറ്റ് വക്താക്കൾക്കും പ്രവർത്തകർക്കും കൂടി നൽകുകയാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം എന്നുള്ള ഒരു കാര്യം വളരെ പ്രസക്തമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്നത് കേവലം സംഘടനാ പ്രവർത്തനം മാത്രമല്ല, പാർട്ടിയുടെ ആശയങ്ങളും ആദർശങ്ങളും നയങ്ങളും നിലപാടുകളും ക്ലാരിറ്റിയോടുകൂടി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതുവഴി ആ ആശയത്തിലേക്ക് കൂടുതൽ ആൾക്കാരെ അടുപ്പിക്കുക, അവരെ പാർട്ടിയോടൊപ്പം തന്നെ നടന്നു നീങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഒരു പാർട്ടി പ്രവർത്തകന്റെ ഉത്തരവാദിത്തമാണ്.
പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ വക്താവായി നിയോഗിക്കപ്പെടുന്ന ഒരാളിൻ്റെ പ്രാഥമികമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് തന്നെ അതാണ്. ആ കാര്യം കേരളത്തിൽ BJPക്ക് വേണ്ടി ഭംഗിയായി നിർവഹിച്ചിരിക്കുന്ന ആൾക്കാരിൽ ഒരാൾ ശ്രീ സന്ദീപ് വാര്യരാണ് എന്നത് BJP പ്രവർത്തകർ, അദ്ദേഹത്തിനോട് ഇപ്പോൾ വിരോധമുള്ള ആൾക്കാർ പോലും അംഗീകരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവർത്തകൻ, BJPക്ക് വേണ്ടി ആൾക്കാരെ കൂടെ നിർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്ന ഒരു വ്യക്തി, BJPയുടെ നയങ്ങളും നിലപാടുകളും ക്ലാരിറ്റിയോടുകൂടി ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു കൺസേൺ പറയുമ്പോൾ അതിന് ഉചിതമായ രീതിയിലുള്ള ഒരു പരിഗണന BJPയുടെ നേതൃത്വം നൽകിയിട്ടില്ല എങ്കിൽ അത് അവരുടെ ഒരു വീഴ്ചയായിട്ട് മാത്രമേ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമതൊരു കാര്യം, ആൾക്കാർ അധികാരമോഹികളാണ് എന്നോ കസേര അവിടെ വേണം എന്നുള്ള ഒരു ആവശ്യം പല ആൾക്കാർക്കുമുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഇകഴ്ത്തുന്നതിന് വേണ്ടി മതിയായിട്ടുള്ള ഒരു ആരോപണമല്ല എന്ന് BJPക്കാർ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. കാരണം രാഷ്ട്രീയത്തിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതാണ്ട് എല്ലാ ആൾക്കാരും അംബീഷ്യസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ഥാനമാനങ്ങളിലെല്ലാം തന്നെ താല്പര്യമുണ്ടാകും, മോഹമുണ്ടാകും. അത് സംഘടനാ തലത്തിലാണെങ്കിലും അതല്ല ജനപ്രാതിനിധ്യത്തിലാണെങ്കിലും അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഒരു പ്രവർത്തകൻ, ഒരു അണി, ഒരു നേതാവ് സ്ഥാനമോഹിയാണ് എന്നത് രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനതയല്ല, നേരെ മറിച്ച് അത് രാഷ്ട്രീയക്കാരൻ്റെ ഒരു എസെൻഷ്യൽ ക്വാളിറ്റിയാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ എന്നുള്ളത് അവർ തന്നെ തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ സ്ഥാനമാനങ്ങൾ എന്തോ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാനായിട്ട് BJP നേതാക്കന്മാർ ശ്രമിക്കുന്നത് നന്നാവില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. പാർട്ടിയുടെ നയങ്ങളെയും നിലപാടുകളെയും ന്യായീകരിക്കുന്നതിന് വേണ്ടിയും പാർട്ടിയുടെ ജനസമ്മതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും പ്രവർത്തിച്ചിരുന്ന ഒരാൾ വെറും ചീള് കേസാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പരിഗണന BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. സന്ദീപ് വാര്യർക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ കൺസേൺസ് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ്, അതും BJP കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചെറിയ മാർജിനിൽ പരാജയപ്പെട്ടിരുന്ന ഒരു മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ സാധ്യതകളും പ്രയോഗിക്കാനായിട്ട് BJP സംസ്ഥാന നേതൃത്വം ശ്രമിക്കേണ്ടതായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സന്ദീപ് പാർട്ടി വിട്ടു പോകുന്നില്ല എന്നും അദ്ദേഹം പരസ്യമായി പാർട്ടി നേതൃത്വത്തിനെതിരെയോ സ്ഥാനാർത്ഥിക്കെതിരെയോ പ്രതികരിക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തേണ്ടിയിരുന്നത് BJPയുടെ ഉത്തരവാദിത്തമായിരുന്നു. ആ കാര്യത്തിനു വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ടാകാം, പക്ഷേ ആ കാര്യത്തിൽ അവർ വിജയിച്ചില്ല എന്നത് രാഷ്ട്രീയമായി അവരുടെ ഒരു പരാജയം തന്നെയാണ്. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിനോ പാർട്ടിക്കോ അനുകൂലമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം പ്രവർത്തകരുടെ ഇടയിലുള്ള വികാരത്തിനെ അനുകൂലമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. കാരണം പ്രസ്ഥാനമാണ് വലുത്, അല്ലാതെ വ്യക്തികളല്ല. വ്യക്തികൾ വരികയും പോവുകയും ഒക്കെ ചെയ്യും, പക്ഷേ പ്രസ്ഥാനമാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെല്ലാം തന്നെ സോളിഡാരിറ്റി പ്രഖ്യാപിക്കേണ്ടത് പ്രസ്ഥാനത്തിനാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റാൻഡ് BJP നേതൃത്വത്തിന് എടുക്കാനായിട്ട് സാധിക്കും. തന്നെയുമല്ല, പ്രവർത്തകരുടെ ഇടയിൽ ഇപ്പോൾ സന്ദീപിനോട് ഒരു അമർഷമുണ്ടായിട്ടുണ്ട്, ഒരു താല്പര്യക്കുറവ് ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹം ഒരുപക്ഷെ RSSനെ തള്ളിപ്പറയുന്നത് കൊണ്ടോ നരേന്ദ്രമോദിയെ തള്ളിപ്പറയുന്നത് കൊണ്ടോ ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യത്തിനെയൊക്കെ ഒരു ഇൻസൾട്ടായിട്ട് പരിഗണിക്കുന്ന പ്രവർത്തകരെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരെ തിരിയാനുള്ള സാധ്യതകളുമുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇമ്പാക്റ്റ് കുറയ്ക്കുന്നതിന് ഒരുപക്ഷെ സഹായിച്ചേക്കാം. പക്ഷേ ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലക്കാട്ടുള്ള ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കോൺഗ്രസിന് കൂടുതൽ അനുകൂലമായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി സന്ദീപിൻ്റെ പാർട്ടി പ്രവേശനം അവരെ സഹായിച്ചിട്ടുണ്ടാകാം. BJPയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും CPMനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും ട്രോളി വിവാദം എന്നത് അവർക്കെതിരെ നെഗറ്റീവായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നീക്കം സന്ദീപിൻ്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കാണുന്ന രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം തീരെ ഹിതകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നും നമുക്കറിയാം. എന്തായാലും ഇനി കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കേണ്ടത് പാലക്കാട്ടുള്ള ജനങ്ങളാണ്. ഈ കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തത ഉണ്ടാകുന്നതിന് വേണ്ടി നിരവധി പത്രസമ്മേളനങ്ങൾ ഇനി വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. സന്ദീപ് തന്നെ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹം കൂടുതലായിട്ട് കാര്യങ്ങളെല്ലാം പുറത്തുവിടുന്നതിൻ്റെ ഭാഗമായി വിശദമായിട്ട് പത്രക്കാരോട് സംസാരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാം. ഇനി സന്ദീപിനെതിരെ എന്തുകൊണ്ടാണ് മുൻപ് അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോഴും ഒരു ക്ലാരിറ്റി നൽകിയിട്ടില്ല. ആ കാര്യത്തിൽ വിശദീകരണം നൽകാത്തത് രാഷ്ട്രീയമായിട്ടുള്ള ചില മാന്യതയുടെയും സദാചാര ബോധത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം ഇന്നും ആവർത്തിച്ചു. ഒരുപക്ഷെ ഗുരുതരമായിട്ടുള്ള ആരോപണം സന്ദീപിൻ്റെ ഭാഗത്തു നിന്ന് BJP നേതൃത്വത്തിനെതിരെ ഉണ്ടായാൽ ആ കാര്യം എന്താണ് എന്ന് പോലും പൊതുസമൂഹത്തിൽ പറയുന്നതിന് വേണ്ടി BJP നേതൃത്വം തയ്യാറായേക്കാം. എന്തായാലും കൂടെ കിടന്നവനെ രാപ്പനി അറിയൂ എന്ന് പറയുന്നത് പോലെ BJP നേതൃത്വത്തെക്കുറിച്ച് സന്ദീപും സന്ദീപിനെക്കുറിച്ച് BJP നേതൃത്വവും ഇനി വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സമയത്തെല്ലാം തന്നെ കൂടുതലായിട്ടുള്ള കഥകളും കാര്യങ്ങളുമെല്ലാം പുറത്തു പറയും. അതുകൊണ്ട് തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്നത് സംഘർഷഭരിതമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. എന്തായാലും ഈ തർക്കങ്ങളൊക്കെ നടക്കുന്നതിനിടയിലും ഉചിതമായിട്ടുള്ള തീരുമാനം ഏത് രാഷ്ട്രീയ കക്ഷിയെ ഏത് നേതാവിനെയാണ് ജയിപ്പിക്കേണ്ടത് എന്നത് ജനാധിപത്യപരമായി തീരുമാനമെടുക്കുന്നതിന് വേണ്ടി പാലക്കാട്ടുള്ള ജനങ്ങൾക്ക് വോട്ടർമാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.